New Hope TV, your encounter with God. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 4-5. അല്ല, ആ 18 പേർ അല്ല ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? ആമേൻ. അതാണ് ദൈവത്തോട് ചോദിച്ച ക്വസ്റ്റ്യൻ. എന്താണ്? വെറുതെ നിന്നപ്പോൾ ശീലം എന്നുള്ള അത് തലേ വീണ് അയ്യോ 18 പേര് മരിച്ചുപോയി. വെറുതെ നിന്നവരാണ്. അവർ വല്ല കാഴ്ച കണ്ടു നിന്നവർ ടുടും എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ തലേ വീണ് മരിച്ചുപോയി. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇവർ ജെറൂസലമിലുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്തത് കൊണ്ടാണോ? കാരണം എന്താണ്? നല്ല നീതിമാന്മാരായിരിക്കും. പെട്ടെന്ന് എന്തുകൊണ്ട് ഈ ഇതെല്ലാം കൂടെ അവരുടെ തലയിൽ വീണ് അവർ മരിച്ചു? യേശു പറഞ്ഞ ഉത്തരമാണ് നമ്മൾ കേൾക്കേണ്ടത്. വായിച്ചേ. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം പറഞ്ഞു അല്ല, പക്ഷേ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കും. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ കേരളത്തിലുണ്ടായിരുന്ന പ്രളയം, ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ബിക്കോസ് പ്രോബ്ലി ഇറ്റ് ഇസ് നോട്ട് മെന്റ് ഫോർ മൈ വൊക്കാബുലറി. പ്രളയം, ആ പ്രളയം ഉണ്ടായത് ദൈവത്തിൻ്റെ ആ വ്യക്തികൾ പലരും മരിച്ചു, പലവർക്കും വളരെയേറെ നാശനഷ്ടം ഉണ്ടായി. അത് അവർ പാപികളായതുകൊണ്ട് ആകണമെന്നില്ല എന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ നിനക്കുള്ള താക്കീത് ഇതാണ്: നീ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ, ദൈവത്തോട് ലംഘിച്ച്, നീ പശ്ചാത്തപിക്കാതെ നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് അത് സംഭവിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വി ഹാവ് ടു ലേൺ ഫ്രം ദാറ്റ്. അല്ലാതെ എല്ലാവരും ഓടി നടന്നു അത് ദൈവത്തിൻ്റെ ശാപമാണ്, അതാണ് ഇതാണ്. ശാപമാണോ ഇല്ലയോ എന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ കയറിയാലേ അറിയുള്ളൂ. അത് ഒരു സാധാരണ നമ്മൾ പറയുന്ന പോലെ അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ പാപം ചെയ്ത് ജീവിച്ചാൽ നിനക്ക് അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടവരാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനാണ് നോക്കുന്നത്. അവൻ രക്ഷ പ്രാപിക്കുമോ, അവൻ പോക്കാണോ, രക്ഷ പ്രാപിക്കുമോ പോക്കാണോ എന്ന് അവൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. നീ നിൻ്റെ കാര്യം നോക്ക്. നീ രക്ഷ പ്രാപിക്കുമോ, നീ പോക്കാണോ എന്നാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവം അന്വേഷിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയാണ്. ജെറമീയ പ്രവചന പുസ്തകം 44-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച്. സഹോദരൻ, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം പഴയ ഉടമ്പടിയിലുള്ളതൊക്കെ യേശു ക്രിസ്തു വന്നപ്പോൾ അതെല്ലാം മാറ്റിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, പഴയ ഉടമ്പടിയിൽ നിന്ന് മാറ്റിയത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ പാപമോചനത്തിലുള്ള വഴി. കാളയുടെ രക്തമോ കോലാടിൻ്റെ രക്തമല്ല നിനക്ക് പാപമോചനം തരുന്നത്. പാപമോചനം തരുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തമാണ്. അപ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തം വഴിയേ നിനക്ക് പാപമോചനമുള്ളൂ, നീതീകരണമുള്ളൂ, നിത്യജീവനുള്ളൂ. അതാണ് വ്യത്യാസം. ബാക്കിയെല്ലാം അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ, യേശു ക്രിസ്തു വന്നപ്പോൾ പഴയ ഉടമ്പടി എല്ലാം മാറിപ്പോയി. അപ്പോൾ ഇനി വാ, നമുക്ക് വ്യഭിചാരം ചെയ്യാം, വാ, ഹലോ, കൊലപാതകം ചെയ്യാം, നമുക്ക് കക്കാം, അല്ലേ? പഴയതെല്ലാം പോയില്ലേ? ഹലോ, പഴയതെല്ലാം അവിടെ ഉണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിയമം പൂർത്തീകരിക്കാനാണ്, അതല്ല അത് അസാധുവാക്കാനല്ല. അയ്യുത്നി, ഹല്ലേലൂയ. പൂർത്തീകരണം എങ്ങനെയാണ്? അന്ന് പഴയ ഉടമ്പടിയുടെ അടിയിൽ പാപം മൂടാനായിട്ട് കവറിങ് അപ്പ് ഓഫ് സിൻസ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഓർ എറ്റോൺമെൻറ്റ് ഓഫ് സിൻസാണ്. എറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട്, എറ്റോണിങ്. അതിനുവേണ്ടിയാണ് കാളയുടെയും കോലാടിൻ്റെയും രക്തം. യേശു ക്രിസ്തു വന്നത് അത് പൂർത്തീകരിക്കാനാണ്, കുഞ്ഞാടിൻ്റെ രക്തം വഴി. അയ്യുദ്മി, ആ പൂർത്തീകരണം എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ നമ്മുടെ പിതാവായ എബ്രഹാം അവൻ്റെ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് കത്തിയെടുത്തപ്പോൾ ദൈവം പറഞ്ഞു അരുത്. എന്നിട്ട് കുഞ്ഞാടിനെ അവിടെ പകരക്കാരനായിട്ട് കൊടുത്തു. ആ പകരക്കാരനായി കൊടുത്ത ആ യേശുവിനെയാണ് ഇന്ന് നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രാജ്യം പിന്നെ പറയുന്നുണ്ട്, എബ്രഹാം യേശുവിൻ്റെ വരവിനെ കണ്ട് സന്തോഷിച്ചു എന്ന്. അയ്യുദ്മി, ആ സന്തോഷം എന്താണ്? അവിടെ പകരക്കാരനായിട്ട് ഒരു കോലാടിനെ, ഒരു ആടിനെ ദൈവം കൊടുത്തത്. അയ്യുദ്മി, മകന് മരിക്കേണ്ട ആവശ്യമില്ല, അതിന് പകരമായിട്ട് ഒരു ആടിനെ കൊടുത്തു. എനിക്ക് നിങ്ങൾക്ക് മരിക്കേണ്ട ആവശ്യമില്ല, പകരക്കാരനായിട്ട് കുഞ്ഞാടിനെ ദൈവം തന്നു. അത് കണ്ട് എബ്രഹാം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. സഹോദര സഹോദരി, ഇന്ന് എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടെങ്കിൽ അതാണ്. എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് ഒരു യേശു, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ നാഥൻ, എൻ്റെ രക്ഷകൻ വന്നിട്ട് എനിക്ക് വേണ്ടി മരിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഷുഡ് ഗിവ് യു റിയൽ ജോയ്.
ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം വായിക്കുക. ജെറമ്യ 31:28. പറിപ്പാനും പൊളിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുന്ന പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രവാചകൻ വഴി പറയുന്നത് എന്തിനാണ്? നിന്നിലുള്ള മ്ലേച്ഛതയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുവാനും നിന്നെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നടുവാനും പണിതുയർത്തുവാനും വേണ്ടിയാണ്. ഐ ദൈവത്തിന് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടുപോലെ പ്രവാചകനോട് പറയുകയാണ്, ജെറമ്യ പ്രവാചകൻ നീ യു വിൽ ഗോ ടു, നമ്മൾ നേരത്തെ വായിച്ചല്ലോ ജെറമ്യ 1:10 വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ജെറമ്യ പ്രവാചകന് കൊടുത്ത അതേ ദൗത്യമാണ് ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച് കേട്ടത്. ജെറമ്യ പ്രവാചകന് കൊടുത്ത ദൗത്യം ഇതായിരുന്നു. അവൻ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജനതകളോട് അവൻ്റെ വചനം, ദൈവം അവൻ്റെ വായിൽ നിക്ഷേപിച്ച വചനങ്ങൾ നീ സംസാരിക്കണം. എന്നിട്ട് എന്താണ്? ടു റൂട്ട് ഔട്ട് ആൻഡ് ടു പുൾ. എന്താണ്? നീ നിൻ്റെ മ്ലേച്ഛതയൊക്കെ നമുക്കറിയാം. കളയെടുക്കുമ്പോഴേ 2 തരത്തിൽ കളയെടുക്കാം. ഹലോ, ഒരു തരത്തിൽ കളയെടുക്കുന്നത് കള വെട്ടാം. അവിടെ വേരൊക്കെയുണ്ട്. നമ്മൾ ചെറിയൊരു മഴ പെയ്താൽ മതി, പിന്നെ അതുപോലെ തന്നെ കെളുത്ത് വരുന്നു. യഥാർത്ഥത്തിൽ കളയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ വലിച്ചു പോക്കണം. ആയി കളിപ്പീര് കളയെടുക്കലാണ് ഈ വെട്ടിക്കളയൽ എന്ന് പറയുന്നത്. എന്താണ്? ഈ മൂടൽ അല്ലേ? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്, ഒരു കുഴപ്പമില്ല. 2 മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതിനെയൊക്കെ പോലെ തന്നെ കുഴപ്പമാണ്. അപ്പോൾ നിൻ്റെ മ്ലേച്ഛത മാറണമെന്നുണ്ടെങ്കിൽ മ്ലേച്ഛതയുടെ വാട്ട് ഈസ് കോസിങ് ആ മ്ലേച്ഛത അതിനെ വലിച്ചു കളയണം, പൊക്കണം. അവിടെ പറയുന്നുണ്ട് ആൻഡ് ടു ഡിസ്ട്രോയ് ആൻഡ് ടു ത്രോ, നശിപ്പിച്ച് കളയണം. എന്നിട്ട് അവിടെ ദൈവം പറയുന്നുണ്ട് ടു ബിൽഡ് ആൻഡ് ടു പ്ലാന്റ്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അവിടെ വെച്ചിട്ട് അത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിത്താകണം. ഐ വിത്ത് മീ? ദാറ്റ് ഈസ് എ പർപ്പസ്. ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ഗോഡ് സ്പീക്കിംഗ് ടു യു ത്രൂ ദ പ്രൊഫറ്റ്സ്. അത് വേറെ ഒന്നിനുമല്ല, നിന്നിലുള്ള മ്ലേച്ഛത മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കാൻ. അങ്ങനെ ആ വചനം സ്വീകരിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ 100 മേനി വിളവ് പുറപ്പെടുവിക്കുവാനാണ് ദൈവം ഹല്ലേലൂയ പ്രവാചകന്മാർ വഴി സംസാരിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ 15-ാമത്തെ വചനം ഡാനിയേൽ 9:15 ഇങ്ങനെയാണ്. ആൻഡ് നൗ ഓ ലോർഡ് ആർ ഗോഡ് ഹു ബ്രോട്ട് യുവർ പീപ്പിൾ ഔട്ട് ഓഫ് ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് വിത്ത് എ മൈറ്റി ഹാൻഡ് ആൻഡ് മെയ്ഡ് യുവർ സെൽഫ് എ നെയിം ആസ് ഇറ്റ് ഈസ് ദിസ് ഡേ വി ഹാവ് സിൻഡ് വി ഹാവ് ഡൺ വിക്കഡ്ലി. അവർ ഏറ്റു പറയുകയാണ്, പാപങ്ങൾ ഏറ്റു പറയുകയാണ്. സഹോദര, ദൈവത്തിന് വേണ്ട പാപങ്ങൾ ഏറ്റു പറയണം. കാരണം നമുക്കറിയാം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇഫ് യു കൺഫെസ് യുവർ സിൻസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫോർഗിവ് യു ആൻഡ് ടു ക്ലെൻസ് യു ഫ്രം ഓൾ അൺറൈറ്റ്യസ്നെസ്. അവർ ഏറ്റു പറഞ്ഞു. വായിച്ചേ 15. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് 15. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ അവരേറ്റു പറയുകയാണ്. യെസ്, ഒന്നായി അംഗീകരിക്കുന്നുണ്ട്. ആ മിസ്രയീമിൽ നിന്ന് അങ്ങയുടെ ഭുജബലത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന ദൈവമാണ്. അങ്ങനെ വചനങ്ങൾ അനുസരിക്കാതെ ഞങ്ങൾ ലംഘിച്ച് ഞങ്ങൾ പാപം ചെയ്തു. അങ്ങനെ അതാണ് ദൈവത്തിന് കേൾക്കേണ്ടത്. ദാറ്റ് ഈസ്, നമ്മൾക്ക് പാപങ്ങൾ ഏറ്റു പറയാൻ പറ്റുവാണെങ്കിൽ അത് നമ്മളുടെ എളിമപ്പെടുത്തുന്നത് തന്നെയാണ്. എളിമപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മുടെ രക്ഷയ്ക്കും ജീവനും നന്മയ്ക്കും എല്ലാത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നത് നമ്മൾ ഏറ്റു പറയുക. അയ്യുദ്മി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. സാബത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാബത്ത് ഒന്ന് വായിക്കണം. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. ടു കീപ് ദ സാബത്ത് ഡേ 5:15 ഡ്യൂട്രോണമി. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. ആമേൻ. സബത്ത് നാൾ നമ്മൾ മനസ്സിലാക്കണം. സബത്ത് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചു, അന്ന് ദൈവം വിശ്രമിച്ചു. അയ്യുദ്മി, ദൈവത്തിൻ്റെ വിശ്രമമാണ് സബത്ത്. അതുപോലെ നമുക്കറിയാം എബ്രായർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരു സബത്തുണ്ട്, ഒരു വിശ്രമമുണ്ട്. ആ വിശ്രമം ജെറൂസലേമിൽ യഹൂദ ജനം മിസ്രൈമിൽ നിന്ന് മരുഭൂമി വരെ വന്ന് യോർദാൻ കടന്ന്
വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ പ്രവേശിച്ച ആ വിശ്രമമല്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിശ്രമമാണ് വിശ്രമമെങ്കിൽ പിന്നെ ഒരു വിശ്രമത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വായിച്ചു നോക്കണം എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം. അപ്പോൾ അങ്ങനെ ജഡികമായ ശാരീരികമായ ഒരു വിശ്രമത്തിൻ്റെ അപ്പുറേ ഒരു ശാശ്വതമായ ഒരു വിശ്രമമുണ്ട്. ആ വിശ്രമമാണ് യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതാണ് സാബത്ത്. ആർ യു വിത്ത് മീ? അവിടെ പറയുന്നുണ്ട് ദൈവം എങ്ങനെ പ്രവൃത്തിയിൽ നിന്ന് ഈ സ്റ്റോപ്ഡ് ഹിസ് വർക്ക് ആൻഡ് റെസ്റ്റഡ്. അതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് അവസാനിച്ച് ഒരു ദൈവത്തിൽ യേശുവിൽ ഒരു വിശ്രമമുണ്ട്. ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം തന്നെ വളരെ വ്യക്തമാണ് പറയുക. പക്ഷേ ഈ വചനം എല്ലാവരും കേട്ടു, പക്ഷെ അവർക്ക് അത് പ്രയോജനപ്പെട്ടില്ല. കാരണം അത് വിശ്വാസത്തിൽ കലർത്തിയില്ല. ദേ ഡിഡ് നോട്ട് മിക്സ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. പക്ഷെ ഞങ്ങളാകട്ടെ വിശ്വസിച്ചിട്ട് ആ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. സത്യം മനസ്സിലാക്കണം, ആ വിശ്രമം യേശു ക്രിസ്തുവാണ്. ജീസസ് ഇസ് ആർ റെസ്റ്റ്. അയ്യുന്നീ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ വിശ്രമം യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. പിന്നെ വിശ്രമത്തെക്കുറിച്ച് സാബത്തിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി പല അഭിപ്രായങ്ങളുണ്ട് ഏതാണ് സാബത്ത് ദിവസം. സാബത്ത് ദിവസം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ശനിയാഴ്ചയാണ്. അതിൽ ഒരു സംശയവുമില്ല. അയ്യുന്നീ സാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പറയുന്നുണ്ട് യേശു ഉയർത്തതെന്നാണ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. യേശു ഉയർത്തതെന്നാണ് ഞായറാഴ്ച, അല്ലേ? യേശു ഹി റോസ് അപ്പ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. സാബത്ത് എന്നാണ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ വചനമുണ്ട്, പക്ഷേ നമ്മളുടെ സൗകര്യം അനുസരിച്ച് വചനം അനുസരിക്കുക. നമുക്കറിയാം ഇപ്പം പലയിടങ്ങളിലും ഇപ്പം ഐ തിങ്ക് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ സാബത്ത് ആചരിക്കുന്നത് എന്നാണ് വെള്ളിയാഴ്ചയാണ്, അല്ലേ? ഇവിടെ ആചരിക്കുന്നത് എന്നാണ് ഞായറാഴ്ച. യെറൂസലേമിൽ യഹൂദന്മാർ ആചരിക്കുന്നത് എന്നാണ് ശനിയാഴ്ച. അപ്പോൾ മനസ്സിലാക്കണം അത് ദേ ആർ സെലിബ്രേറ്റിംഗ് ദ സാബത്ത്. ബട്ട് വാട്ട് ഡേ ഇസ് ദ സാബത്ത്? സാറ്റർഡേ. അതിന് ഒരു സംശയമില്ല. ഐ വിത്ത് മീ? ഇറ്റ് ഇസ് ലൈക്ക് മൈ ബർത്ത്ഡേ ഇസ് January 20th. അത് ഒരു ഞായറാഴ്ച ആണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ സഭയൊക്കെ ആയിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാനായിട്ട് ഐ വിൽ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ ഓൺ മൺഡേ, ബട്ട് മൈ ബർത്ത്ഡേ ഈസ് ഓൺ സൺഡേ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരി ഞാൻ എപ്പോഴും എൻ്റെ മെസ്സേജിൽ അയക്കുന്നത് കം ഫോർ ദ സാബത്ത് സർവീസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. നമുക്ക് ഒരു അവസരം അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും യു മസ്റ്റ് ഓണർ ദ സാബത്ത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതൊന്ന് വായിക്കാം. ബിക്കോസ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഗോഡ് ഡസ് നോട്ട് മിൻസ് വേർഡ്സ്. ഐ വിത്ത് മീ? സാബത്ത് ദിവസമുണ്ട്, സാബത്ത് ആചരിക്കുന്നതുണ്ട്. യു ക്യാൻ ഓണർ ദ സാബത്ത് ഓൺ ദ സാബത്ത്. ദാറ്റ് ഈസ് ദി ബെസ്റ്റ്. ഐ വിത്ത് മീ? That is the best. You can have a birthday celebration on any other day, but if you could have the birthday celebration on the day of the birthday, that is the best. ചിലർക്ക് ഇടർച്ച ഉണ്ടായിരിക്കും. എന്നാ അഡ്വെൻറ്റിസ്റ്റോ എന്നാ ഫോർത്ത് ഡേ എന്നാ സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ്. അഡ്വെൻറ്റിസ്റ്റിൻ്റെ തിയറി അല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. ദ സാബത്ത് ഈസ് ദ സാറ്റർഡേ. അതിന് ഒരു വ്യക്തിക്കും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. Hallelujah. That Deuteronomy 5:15 പറയുന്നത് യു ഷാൽ ഓണർ ദ സാബത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത വചനം പോവുകയാണെങ്കിൽ 16. ബട്ട് ഹി ഹൂ O Lord, according to all your righteousness, I pray, let your anger and your fury be turned away from your city, Jerusalem, your holy mountain, because of our sins and for the iniquities of our fathers, Jerusalem, and your people are a reproach to all around us. അവർ യാചിക്കുകയാണ്, നീ നിയമാനുസരണം അല്ല നിൻ്റെ ഒരു എന്താ പറയുന്നത് റൈറ്റ്ഫുള്ളി ഡ്യൂ ആ ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കണമേ. നിൻ്റെ ആലയമാകുന്ന ആ ജെറൂസലേം ആ പട്ടണത്തിൽ നിന്ന് നിൻ്റെ ക്രോധം ഒഴിവാക്കണമേ. ഇന്ന് നമ്മളുടെ യാചന അതായിരിക്കണം. നമ്മൾ പാവങ്ങളേറ്റ് പറയണം, പക്ഷെ ദൈവത്തോട് പറയണം, ദൈവമേ എന്നെ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ പേരെന്താണ്? ദൈവത്തിൻ്റെ പേര് എന്നാ? ജഗദീശൻ എന്നാണോ? സർവശക്തൻ എന്നാണോ? എന്താ അവൻ്റെ പേര്? യേശുവിൻ്റെ പേരെന്താ? യേശുവിൻ്റെ പേര് പുത്രൻ്റെ പേരെന്താ? യേശു. യേശുവിൻ്റെ അർത്ഥം എന്താ?
അവൻ്റെ അവൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദിയർ സിൻസ്. യേശുവിൻ്റെ അർത്ഥം സേവിയർ എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആ ദൈവത്തോട് നമ്മൾ യാചിച്ച് ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം പാപമോചനം തന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. അടുത്ത വചനം എടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ഇത് വായിക്കാമോ? സങ്കീർത്തനം 85:4. നമ്മൾ ഇന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് റിസ്റ്റോറേഷനെ കുറിച്ച്, അല്ലേ? ഇപ്പം നമ്മൾ ഞായറാഴ്ച സഭയിലൊക്കെ കേൾക്കുന്ന ഒരു ഇതാണ്, ഗോഡ് ഈസ് എ റിസ്റ്റോറർ. ഐ വിത്ത് മീ. എന്താണ് റിസ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വീണ് പോയിട്ട് തിരികെ ഈസ് റീപൊസിഷനിങ് യുവർ സെൽഫ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആ മനുഷ്യനെ സൃഷ്ടിച്ചത് യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. പാപം വഴി ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. എന്നിട്ട് യേശു വന്നത് ഇസ് ടു റിസ്റ്റോർ. നമുക്കറിയാം, സങ്കീർത്തനം 51 ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് ദ സാൽവേഷൻ ഇൻ യു. അല്ലേ? അപ്പോൾ റിസ്റ്റോറേഷൻ ഒരിക്കൽ ഉണ്ടായിരുന്നു, പാപം വഴി വീണുപോയി. ദൈവം വന്നത്, യേശു വന്നത് തിരിച്ച് പുനർസ്ഥാപിക്കാനാണ്. ഒന്ന് വായിക്കാവോ? അല്ലെങ്കിൽ സങ്കീർത്തനം 85:4. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളോടുള്ള നിൻ്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിൻ്റെ കോപം ദീർഘിച്ചിരിക്കും. എന്താണ്? നീ യഥാസ്ഥാനപ്പെടുത്തണമേ. യഥാസ്ഥാനം ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നെ ആക്കണമേ. അയ്യുമീ, ഞാൻ ആയിരിക്കേണ്ടവിടത്ത് എന്നെ ആക്കണമേ എന്ന് വെച്ചാൽ, ധൂർത്തപുത്രൻ ആയിരിക്കേണ്ടത് അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലാണ്. പക്ഷേ അവൻ അപ്പോൾ കണ്ടത് അവൻ പന്നിക്കുഴിയിലാണ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇതാണ് പാപം ചെയ്ത് നീ പന്നിക്കുഴിയിലാണ്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നെ ഒന്ന് ആക്കണമേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ. ആ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ദൈവം ഒരു റിസ്റ്റോററാണ്. സങ്കീർത്തനം 51 വായിക്കാവോ? 51:12 വായിക്കാവോ? നമുക്കറിയാം, ദാവീദ് അവൻ വ്യഭിചാരം ചെയ്ത ആ കുറ്റത്തിൻ്റെ ദൈവം ഗോഡ് കൺഫ്രണ്ടഡ് ഹിം വിത്ത് എ പ്രോഫറ്റ്, അല്ലേ? അപ്പോൾ അവൻ്റെ കുറ്റം മനസ്സിലാകുകയും അവൻ പശ്ചാത്തപിച്ച് ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് വായിച്ചേ? നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് മൈ സാൽവേഷൻ ഇൻ യു. നിന്നിലുള്ള ആ രക്ഷയുടെ സന്തോഷം എനിക്കൊന്ന് തിരികെ തരണമേ. ദിസ് ഇസ് വാട്ട് ഗോഡ് ഇസ് എ റിസ്റ്റോറർ. റിസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വീണു പോയിട്ട് അവിടെ തിരികെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ പാപം വഴി പിശാചിൻ്റെ മക്കളായി. യേശു വന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച് തിരികെ മക്കളാക്കാനായിട്ടാണ് ദൈവം വന്നത്. ഇസ് ടു റിസ്റ്റോർ. പിന്നെ അടുത്ത വചനം വായിക്കുക, 17ാമത്തെ വചനം. ഇറ്റ് സേസ് ലൈക്ക് ദിസ്, നൗ therefore our God, hear the prayer of your servant and his supplications, and for the Lord's sake cause your face to shine on your sanctuary which is desolate. 17. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിൻ്റെ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കുമാറാക്കണമേ. ആമേൻ. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ശൂന്യമാണ്. ഐ വിത്ത് മീ, ശൂന്യം. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ there was a big void. അവിടെ അന്ധകാരവും ഒരു ശൂന്യതയുമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എത്ര പാപത്തിൽ മുഴുകിയ വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നൊരു വചനം മതി. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് യാചിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. ഹി വിൽ റിസ്റ്റോർ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ. അങ്ങനെ ആ ശൂന്യതയിൽ നിന്ന് ഒരു പൂർണ്ണതയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ഐ വിത്ത് മീ, ഫ്രം ദി എംപ്റ്റിനെസ് ഇൻ ടു ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ സങ്കീർത്തനം അടുത്ത വചനം 18ാമത്തെ വചനം വായിക്കാം. ഓ മൈ ഗോഡ്, ഇൻക്ലൈൻ യുവർ ഇയർ ആൻഡ് ഹിയർ, open your eyes and see our desolations and the city which is called by your name, for we do not present our supplications before you because of our righteous deeds, but because of your great mercies. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ
ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ദൈവത്തിന് മുമ്പിൽ യാചിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ അവൻ്റെ ദയയും കരുണയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. എൻ്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിൻ്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവർത്തികളിലല്ല, നിൻ്റെ മഹാകരുണയിൽ എത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ പ്രബോധിപ്പിക്കുന്നു. കർത്താവേ, കേൾക്കണമേ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഇന്ന് ദൈവത്തോട് യാചിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം നീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ പോലും അവകാശമില്ല. പക്ഷേ ദൈവത്തിന് നമ്മൾ പറയുകയാണ്, നമ്മളുടെ നീതി അല്ല, അങ്ങയുടെ കരുണ, കാരുണ്യം, ദയ, അനുകമ്പ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ. ഞങ്ങളെ നശിപ്പിക്കരുതേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതായിരിക്കണം ഇന്ന് സഭയ്ക്ക് വേണ്ടത്. ഇതാണ് ഇന്ന് ഹല്ലേലൂയ, ഇതാ സഭ കേൾക്കേണ്ടത്. അല്ലാതെ വന്നിട്ട് വലിയ പ്രോസ്പെരിറ്റി ഗോസ്പലും വലിയ സൗഖ്യത്തിനെ കുറിച്ചും വലിയ വിടുതലിനെ കുറിച്ചൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിരികെ വരിക, എന്നിട്ട് പിന്നെ നിൻ്റെ പ്രോസ്പെരിറ്റിയെക്കുറിച്ചും നിൻ്റെ സൗഖ്യത്തെക്കുറിച്ചൊക്കെ കേൾക്കുക. ആദ്യം ദൈവത്തിലേക്ക് തിരികെ വരിക. ഇന്ന് അകന്ന് നിന്നിട്ട് നീ എന്ത് സൗഖ്യത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിലേക്ക് തിരികെ വരുന്ന ഒരു ജനമായിട്ട് രൂപാന്തരം. അതാണ് സങ്കീർത്തനം 80-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കുക. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ആമേൻ. ഇംഗ്ലീഷിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. I'll just read it out to you. Maybe, but I understood it slightly differently. Psalm 80, verse 14. Return, we beseech you, O God of hosts. Look down from heaven and see, and visit this vine. നമുക്കറിയാം, കൃഷിക്കാർക്ക് ഒരു കാര്യം അറിയാവുന്ന ഒരു സത്യം ഇതാണ്. നമ്മൾ കുറച്ച് റബ്ബർ തൈ നടുകയാണെങ്കിൽ വിചാരിച്ചോ, ഒരു 200 തൈ ഒരു ഏക്കറിൽ കൊള്ളും. അത് നട്ടു. 4 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഈ 200ൻ്റെ ഉള്ളിൽ ഒരു 10 എണ്ണത്തിന് വളർച്ച കുറവാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അത് വെട്ടിക്കളയോ? എന്താ ചെയ്യും? വളം എല്ലാവർക്കും ഇടും, സാധാരണ ഇടും. ഈ ചെറിയ തൈക്ക് എന്തു ചെയ്യും? കുറച്ച് എക്സ്ട്രാ വളം ഇടും. ഐ വിത്ത് മീ? കുറച്ച് എക്സ്ട്രാ വളം ഇടും. 8-ാം വർഷം വെട്ടാൻ കത്തിയായിട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ആകാനായിട്ട്. ഞാൻ എൻ്റെ സൂപ്പർവൈസർ എപ്പോഴും വിളിച്ച് പറയുന്ന മോശമായതേക്ക് എക്സ്ട്രാ വളം ഇടണം. കാരണം 8-ാമത്തെ വർഷം എന്ന് വെച്ചാൽ കത്തി വയ്ക്കാൻ സമയം, എന്ന് വെച്ചാൽ യേശു വരാൻ സമയം ആകുമ്പോൾ ബലഹീനതയുള്ള എല്ലാം ആ ദൈവത്തിൻ്റെ എക്സ്ട്രാ കൃപയാൽ, ദയാൽ വളർന്ന് ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം. ഐ വിത്ത് മീ? അതാണ് ഇവിടെ പറയുന്നത്. ലുക്ക് അപ്പോൺ ദിസ് വൈൻ. ഹല്ലേലൂയ. വിസിറ്റ് ദിസ് വൈൻ. എൻ്റെ അവസ്ഥ കണ്ടിട്ട് നീ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. കടാക്ഷിക്കുന്നത് ആരെയാണ്? ദൈവത്തിൻ്റെ വചനം ഐസയ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അല്ല, ദൈവമായിട്ട് മല്ലിടുന്നവനെ അല്ല ദൈവം കടാക്ഷിക്കുന്നത്. ഐ വിത്ത് മീ? കടാക്ഷിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ആ ശ്രദ്ധ എന്നിലുണ്ട്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും അറിയുന്ന ഒരു ദൈവമാണ്. അതിൽ നിന്ന് എന്നെ നികത്തുന്ന ഒരു ദൈവമാണ്. നികത്തി ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്താൻ പറ്റുന്ന ഒരു ദൈവമാണ്. ഇതായിരിക്കും നമ്മുടെ പണി. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം ഓക്കെ എന്ന് പറഞ്ഞല്ല. നമ്മുടെ ബലഹീനത ഏറ്റു പറയണം. ഇവിടെ പറയുന്ന സങ്കീർത്തനം പറഞ്ഞ പോലെ റിട്ടേൺ വി ബിസീച്ച് യു. നമ്മൾ ഒരാളെ ബിസീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബലഹീനത ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബിസീച്ച് ചെയ്യില്ല. ബിസീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്, യാചിക്കുക. യു ആർ ആക്ച്വലി ബെഗ് ഇച്ചിരി ഒരു ആക്ച്വലി ബെഗിങ്. ഹല്ലേലൂയ. റിട്ടേൺ വി ബിസീച്ച് യു, ഓ ഗോഡ് ഓഫ് ഹോസ്റ്റ്സ്. ലുക്ക് ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് സീ ആൻഡ് വിസിറ്റ്. അവിടെ കണ്ടിട്ട് അവിടെ നിന്നാൽ പോരാ, നീ വരണമേ, എൻ്റെ വിഷയത്തിൽ ഇടപെടണമേ. അല്ലേ? നമ്മൾ വെറുതെ കണ്ടിട്ട് ആ ചെടി ഇച്ചിരി മോശമാണെന്ന് പറഞ്ഞിട്ട് പോയ കാര്യമില്ല. മോശമാണെന്ന് കണ്ടാൽ അവിടെ പോയി വളമിടണം. അപ്പോഴാണ് അതിനെന്തെങ്കിലും ഗുണമുണ്ടാകുക. അങ്ങനെ ദൈവത്തിനോട് നമ്മൾ യാചിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 116:1 വായിക്കുക സിസ്റ്ററെ. അങ്ങനെ നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണോ? ആണോ? ഹലോ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണോ? നിലവിളി കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിലവിളി കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കല്ലോ മണ്ണോ ഒന്നുമല്ല. ഹലോ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
നമ്മളുടെ ദൈവം വികാരമുള്ള ദൈവമാണ്. He is a God who is living. He is a God who has got emotion. And one of the greatest of emotions is love. സ്നേഹം. വൈജസ്രേ, യഹോവേ, എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആമേൻ. സോ ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. It says, I love the Lord because he has heard my voice and my supplications. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന് വായിച്ച ജെറമ്യ പ്രവാചന പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത്, നീ കരഞ്ഞപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ഉത്തരം തരുന്നതിൻ്റെ കുറച്ച് ക്വാളിറ്റി പറയാണ്, നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉത്തരവായിരിക്കും. അയ്യോ, സ്വന്തം വായിക്കുക പെട്ടെന്ന്. ജെറമ്യ 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമേൻ.